അല്ല, ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ്. വോട്ടർ പട്ടികയിൽ തട്ടിപ്പും കൃത്രിമവും നടത്തിയിട്ടാണ് ഇപ്രാവശ്യം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് എന്നുള്ളത് ഞങ്ങൾ ആദ്യം മുതലേ ഉന്നയിക്കുന്നതാണ്. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഇലക്ഷൻ അസംഭവമെന്ന് മാധ്യമങ്ങൾ പോലും കണ്ട കാര്യങ്ങൾ രീതിയിൽ റിസൾട്ട് വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊന്നും അന്നേരമൊന്നും ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ തെളിവുകൾ സഹിതമാണ് രംഗത്ത് കൊണ്ടുവരുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഇത് കൂടുതലാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ തന്നെ സംഭവങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുക്കപ്പെടുന്ന ചില മണ്ഡലങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ട് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വിജയിച്ച സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നവർ തന്നെ ഈ പട്ടികയിൽ കള്ളവോട്ട് നടക്കുമ്പോൾ വ്യക്തമല്ല. അപ്പം കൃത്യമായ ഒരു പ്രതിഷേധം അല്ല, അതിനകത്ത് സംശയം എന്താ, ഇപ്പം കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരുടെയും ഇൻചാർജസിൻ്റെയും മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം കൂടുന്നുണ്ട്. ഇന്ത്യ അലയൻസിൻ്റെ മീറ്റിങ്ങുകളും കൂടുന്നുണ്ട്. ഞങ്ങൾ 17-ാം തീയതി മുതൽ ബീഹാറിൽ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. വോട്ട് അധികാർ യാത്ര. 17 മുതൽ സെപ്റ്റംബർ 1 വരെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അടക്കമുള്ളവർ നയിക്കുന്ന ഇന്ത്യ അലയൻസിൻ്റെ എല്ലാ നേതാക്കന്മാരും അണിചേരുന്ന ഒരു യാത്രയായിരിക്കും ആ യാത്ര. ഇത് ഞങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് വിടുന്ന പ്രശ്നമില്ല. പിന്നെ ഇത്തരം വോട്ടുകൾ നേടി ജയിച്ചവർ ചിന്തിക്കണം, അവർ തുടരുന്നത് ധാർമ്മികമാണോ അല്ലയോ എന്നുള്ളത്. കാരണം ജനങ്ങളെ കബളിപ്പിച്ചിട്ടല്ല നമ്മൾ എം പിമാരാകേണ്ടത്, ജനപ്രതിനിധികളാകേണ്ടത്. ഇത് കൃത്യമാണ്. ജനവിധി അനുസരിച്ചല്ല, ജനവിധി അട്ടിമറിച്ചിട്ട് ജനവിധിയെ തെറ്റായ രീതിയിൽ കൊണ്ടുവന്നിട്ടാണ് ഇന്നത്തെ ഗവൺമെൻറ് ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല എം പിമാരും ഇരിക്കുന്നത്. തൃശ്ശൂരിലെ അല്ല, ഞാൻ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഹർജികൾ ചോദ്യം ചെയ്യുമ്പോൾ 11 25 നോക്കിയിട്ടല്ലോ. കള്ളവോട്ട് ചെയ്ത കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അത് പുറത്തു വരും, സംശയമൊന്നും വേണ്ട. അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിരട്ടി ഉടനെ അവരെ പേടിച്ചിട്ട് ഞങ്ങളങ്ങ് പോയി കാണാൻ പോകുന്നതാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയ്തികളാണ് ഈ രാജ്യത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് ലിസ്റ്റ് കൊടുക്കില്ല എന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നത്? ഞങ്ങൾ 3 ചോദ്യമാണ് ഒരു കാര്യമായിട്ട് ഇപ്പം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. 1, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊടുക്കാൻ തയ്യാറുണ്ടോ? 2, CCTV ഫുട്ടേജ് എന്തിനാണ് നശിപ്പിക്കുന്നത്? അത് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടാൽ പരിശോധിക്കാൻ തയ്യാറാവേണ്ടതല്ലേ? 3, ഇത്രയൊക്കെ നടപടികളെടുക്കുന്ന BLA മാർക്കെതിരെ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുന്നുണ്ടോ? BLA മാരും പോളിംഗ് ഓഫീസേഴ്സും റിട്ടേണിംഗ് ഓഫീസേഴ്സും അവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാവുന്നുണ്ടോ? എന്നിട്ടല്ലാതെ ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങളെ വിരട്ടാൻ വന്നാൽ ആ വിരട്ടാൻ വരുന്നത് കേട്ടിട്ട് പേടിച്ചോടുന്നവരല്ലല്ലോ ഞങ്ങൾ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ വിടാതെ പിന്തുടരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, അത് റിപ്പോർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തതിനു ശേഷം രാവിലെ ഇന്ന് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യും സഭയിൽ. കേരള സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിനകത്തുണ്ട് ഒരുപാട്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം നിങ്ങളോട് സംസാരിക്കാം. അല്ല, ഞങ്ങൾ ഇന്നലെ ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ അവരെ അറിയിച്ചെന്താണ് രേഖാമൂലം? ഞങ്ങൾ ഈ വലിയ കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാനും ഞങ്ങൾ എം പിമാർ ഇലക്ഷൻ കമ്മീഷനെ കാണാനും ആഗ്രഹിക്കുകയാണ്. അതിനാണ് അവർ മറുപടി തന്നത് 30 പേർക്ക് കാണാമെന്ന്. ഞങ്ങളുടെ ലെറ്റർ വളരെ ക്ലിയറാണ്. ഞങ്ങൾ നടത്തുന്ന ദേശവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാടിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തപ്പെടുന്നത്. അത് വിടാതെ അവിടെ തടഞ്ഞു വെച്ച് എം പിമാരെ കയ്യേറ്റം ചെയ്യിപ്പിച്ച് അവരെ നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ടുന്ന സമാധാനം. എം പിമാരല്ലേ മാർച്ച് ചെയ്യുന്നത്, വേറെ ക്രിമിനലുകളൊന്നുമല്ലല്ലോ. അവരെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ വിട്ടിട്ട് അവിടെ പറയണമായിരുന്നു നിങ്ങൾ 30 സെലക്ട് ചെയ്ത കുറച്ച് ആളുകൾ അകത്തോട്ട് വന്നാൽ മതി. അത് മാന്യതയാണ്. അതിന് പകരം പ്രീ കണ്ടീഷൻ വെച്ചിട്ട് ഞങ്ങളോട് പറയാൻ വന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയൊക്കെ അജണ്ട ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട്. ആ അജണ്ട എക്സ്പോസ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്.